ഫ്രണ്ട്സ്, നമുക്ക് ചെറുപയറും മത്തങ്ങയും കൂടെ ഒരു കഞ്ഞിക്ക് കൂട്ടാനൊരു കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറുപയർ ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുന്നുണ്ട്. അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം പിന്നീട് നമ്മൾ മത്തങ്ങയും കൂടെ ചേർത്ത് വേവിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ഒരു 2 വിസിൽ വേവിച്ചെടുത്താൽ മതി. എന്നപ്പോഴത്തെ ആ സമയം കൊണ്ട് നമ്മൾ മത്തങ്ങ നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിനായിട്ട് തേങ്ങയും 2 കഷ്ണം വെളുത്തുള്ളിയും 2-3 പച്ചമുളകും 1 നുള്ളി ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, അവിയലിനൊക്കെ കുറച്ചുകൂടെ അരിഞ്ഞാൽ മതിയേ. പിന്നെ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ച് തണുത്ത ശേഷം അതിനകത്തുനിന്ന് പയർ ഞാനങ്ങ് മാറ്റിയെടുത്ത്, കാരണം അത് കുറേ അധികം പയറുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മെഴുക്കുവരട്ടിയോ വല്ലതും ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് മത്തങ്ങയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്ത് 1 വിസിൽ അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ആ 1 വിസിലടിച്ച ശേഷം നമുക്കതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. അതങ്ങനെ തിളച്ച് വരുന്നുണ്ട് നമുക്കതിനകത്തോട്ട് 1 നുള്ള് കുരുമുളക് ചേർത്ത് കൊടുക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഞാൻ ഇച്ചിരി കുരുമുളക് ചേർക്കുന്ന വയറ്റിനൊക്കെ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. ചിലർക്ക് മത്തങ്ങ പിടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ചേർക്കുന്നത്. ഇത് നമ്മൾ ചെറുപയറിനെ പോലെ നമ്മൾ വൻപയറിനകത്ത് നമ്മൾ ചെയ്തെടുക്കാറുണ്ട്. ഇനി നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും അറിയത്തില്ല, പേരൊന്നും ഇട്ടിട്ടുമില്ല. നിങ്ങളൊക്കെ ഇതുപോലത്തെ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് എന്താണ് വിളിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ അത് കടുക് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് കടുകും ഉഴുന്നുപരിപ്പും കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കടുക് വറുത്ത് ഒഴിച്ചു. അത് അധികം വെള്ളത്തിലുണ്ടാക്കല്ലേ, ഒരു കുഴഞ്ഞ പരുവത്തിലാണ് അതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.